കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കു ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം ലീഗ് ആവോലി പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തി. രണ്ടാർക്കരയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആവോലി പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് PMSA പൂക്കോയത്തങ്ങൾ സ്മാരക ലീഗ് ഹൌസിന്റെ ഉദ്ഘാടനം നടത്തി. രണ്ടാർക്കര കോട്ടപ്പുറം കവലയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. എന്തുകൊണ്ടും മുസ്ലിം ലീഗ് ഇവിടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക, സമുദായത്തിൻ്റെ അവകാശത്തിന് വേണ്ടി ഉയർച്ചയ്ക്കും വേണ്ടി നിരന്തരം ഈ പാർട്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നമ്മുടെ രാജ്യം മതേതര ജനാധിപത്യ രാജ്യമാണ്. ഒരുപാട് സംസ്കാരങ്ങളും പൈതൃകങ്ങളും പുറന്നു നിൽക്കുന്ന ഈ രാജ്യത്ത് എല്ലാ മതവിശ്വാസികളും മതങ്ങളിൽ അനുശാസിക്കുന്ന രീതിയിൽ ജീവിക്കുവാനും നിലകൊള്ളുവാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. ഇതിനെല്ലാം തിരസ്കരിക്കുന്ന സമീപനമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ശക്തികൾ കാണിക്കുന്നത് എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് നയങ്ങൾ നമുക്കറിയാം. ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് അവകാശങ്ങൾ അവർക്കെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മായ പ്രവർത്തനങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിന്ന് കൂടുതൽ ശക്തിയായി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനെ പരിഹരിക്കുവാനും അതുപോലെ അതിനെതിരെ പ്രതിഷേധിക്കുവാനും നമുക്കിന്ന് സാധിക്കണം എന്നുള്ളതാണ്. പൂനക്കുന്നൽ MM ഖാദർ ഹാജി സ്മാരക ഹാളിന്റെ ഉദ്ഘാടനവും മടത്തോടത്ത് അബൂബക്കർ ഹാജി സ്മാരക പാലിയേറ്റീവ് യൂണിറ്റ് പ്രഖ്യാപനവും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KM അബ്ദുൾ മജീദ് നിർവഹിച്ചു. മാത്യു കുഴൽനാടൻ MLA ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുസ്ലിം ലീഗ് ആവോലി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KP മുഹമ്മദ് കാഞ്ഞിരക്കാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MSF സംസ്ഥാന കമ്മിറ്റി അംഗം റിയാസ് പുൽപ്പറ്റ മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി ജമാൽ പരീദ്, മുൻ സംസ്ഥാന കൗൺസിൽ അംഗം രണ്ടാർക്കര മീരാൻ മൗലവി, ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ്, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം PM അമീർ അലി, DCC വൈസ് പ്രസിഡന്റ് KM പരീദ്, മുൻ ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് PS സൈനുദ്ദീൻ പറോലിൽ, വാർഡ് മെമ്പർ അഷറഫ് മൊയ്തീൻ കക്കാട്ട്, ഫാറൂഖ് മടത്തോടത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും സദാശിവ ബ്രഹ്മത്തിൽ പൂജയുള്ളതുമായ കിരാത ശിവപാർവതി സാന്നിധ്യം കുടികൊള്ളുന്ന ദക്ഷിണക്കൊട്ടിയൂർ പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 1000 പരം ഇളനീര് കൊണ്ട് 2025 ഫെബ്രുവരി 20 മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു. എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു.